ഹായ് ഫ്രണ്ട്സ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന +1 കെമിസ്ട്രിയിലെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ കുറിച്ചും അതുപോലെ മോൾ കൺസെപ്റ്റും ഒക്കെ നമ്മൾ കണ്ടു. മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്ലിക്കേഷൻസ്, അതിൻ്റെ മോൾ കൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല മാസ് എന്താണ്, അല്ലെങ്കിൽ ഇംപിരിക്കൽ ഫോർമുല എന്താണ്, അതുപോലെ മോളിക്കുലാർ ഫോർമുലയും മോളിക്കുലാർ മാസുമൊക്കെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇത്രയും ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസും നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഇംപിരിക്കൽ ഫോർമുലയും അതുപോലെ മോളിക്കുലാർ ഫോർമുലയും പരിചയപ്പെടുന്നതിന് മുമ്പ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ ഇംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല എന്ന ടോപ്പിക്ക്, അതുപോലെ ഇംപിരിക്കൽ ഫോർമുല കാണാനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന്, അതുപോലെ മോളിക്കുലാർ ഫോർമുല, ലിമിറ്റിംഗ് റിയേജൻ്റ്, ഇത്രയും ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാമിന് പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ്, അതാണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്ക്. മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദി കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. അതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ്. അതായത് ഒരു എലമെൻറ്റിൻ്റെ മാസ് ആ കോമ്പൗണ്ടിൽ, ആ എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കുന്നതാണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ്. എക്സാമ്പിളായിട്ട് 10 ഗ്രാമാണ് അതിൻ്റെ മാസ്, കോമ്പൗണ്ടിൻ്റെ മാസ് 100 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 10/100 × 100 = 10% എന്ന് കിട്ടും അല്ലേ? അതായത് 100ൽ 10 എന്ന് പറഞ്ഞാൽ 10% ആണ് അതിൻ്റെ മാസ് എന്നാണ് അർത്ഥം. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ H2O കേസ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്, വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണ്. വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം എന്താണ്? 18 ആണ് അല്ലേ? 18 ആണ്. അപ്പോൾ നമ്മളിവിടെ ഓക്സിജൻ്റെയും അതുപോലെ ഹൈഡ്രജൻ്റെയും മാസ് പെർസെൻറ്റേജ് കാണുകയാണ്. ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 2 ആണ് അല്ലേ? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ് അല്ലേ? 1 ആണ്. 2 ആറ്റംസ് ഉള്ളതുകൊണ്ട് 2 × 1.008 അതാണ് ഹൈഡ്രജൻ്റെ ടോട്ടൽ മാസ്, ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 18 ആണ് അല്ലേ? അപ്പോൾ 2/18 എന്ന് കിട്ടും. ഏകദേശം 11.18 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അതാണ്, അത്രയും പെർസെൻറ്റേജ് ആണ് ഇതിൽ ഹൈഡ്രജൻ ഉള്ളത് വാട്ടറിൻ്റെ കേസിൽ അല്ലേ? അതുപോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 16 ആണ് അല്ലേ? അപ്പോൾ 16 / 18 ചെയ്താൽ നമുക്ക് 88.79 ആണ് കിട്ടുന്നത് അല്ലേ? 16 / 18.0 ചെയ്താൽ നമുക്ക് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 88.79 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയുമാണ് ഓക്സിജൻ്റെ വാട്ടറിലുള്ള മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ, ഒരു കോമ്പൗണ്ടിലുള്ള മാസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എലമെൻറ്റിൻ്റെ മാസിനെ കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇനി ഇംപിരിക്കൽ ഫോർമുലയും അതുപോലെ മോളിക്കുലാർ ഫോർമുലയും ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പം ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻസിൻ്റെ ആറ്റംസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോനെയാണ് ഇംപിരിക്കൽ ഫോർമുല കാണിക്കുന്നത്. ആക്ച്വൽ നമ്പറിനെ അല്ല, റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. അതാണ് എന്ത്? ഇംപിരിക്കൽ ഫോർമുല. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂളിലുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് മോളിക്കുലാർ ഫോർമുല. ഇംപിരിക്കൽ ഫോർമുല ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂളാണ്. An empirical formula represents the simplest whole number ratio of various atoms present in a compound, whereas a molecular formula shows the exact number of different types of atoms present in a molecule of the compound. അല്ലേ? അതാണ് അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. If the mass percentage of various elements present in a compound is known, its empirical formula can be determined. അതായത് മാസ് പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടു. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസ് ഡിവൈഡ് ബൈ കോമ്പൗണ്ടിൻ്റെ മാസാണ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ മാസ് പെർസെൻറ്റേജ് നമുക്കറിയാമെങ്കിൽ ഏത് കോമ്പൗണ്ടിൻ്റെയും ഇംപിരിക്കൽ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കുറച്ച്
മൊളിക്കുലാർ ഫോർമുലാസും അതുപോലെ എംപിരിക്കൽ ഫോർമുലാസും കൊടുത്തിട്ടുണ്ട്. അതായത് C2H6 എന്ന് പറയുമ്പം ഇവിടെ 2 കാർബണിന് 3 ഹൈഡ്രജൻ ആറ്റമാണ് ഒരു മോളിക്യൂളിലുള്ളത് അല്ലേ. 2 കാർബൺ ആറ്റംസിന് 6 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അപ്പോൾ 1 കാർബൺ ആറ്റത്തിന് എന്താണ് 3 ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഷ്യോ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ 2:6 അല്ലെങ്കിൽ 1:3 എന്ന് പറയും അല്ലേ. ഈ 1:3നെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്താണെങ്കിൽ CH3 എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്തത് C6H12O6 H12 ആണ്. H12O6 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? C6:12:6 ആണ് അല്ലേ. ഇതിനെ 1:2:1 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിട്ട് CH2O എന്ന് എഴുതാം അല്ലേ. ഗ്ലൂക്കോസ് മോളിക്യൂളാണത് C6H12O6. ഇനി അടുത്ത എന്താണ് CH4 അല്ലേ. CH4ൻ്റെ മോളിക്കുലാർ ഫോർമുലയും അതുപോലെ എംപിരിക്കൽ ഫോർമുലയും സെയിം ആണ്. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് 1:4 തന്നെയാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് CH4 എന്ന് തന്നെ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിട്ട് എഴുതാൻ പറ്റും. ഇനി എന്താണ് C2H8 ഇവിടെ 2:8 ആണ് അല്ലേ. 2:8 ആകുമ്പോൾ അതിനെ നമുക്ക് സിമ്പിളായിട്ട് 1:4 എന്ന് എഴുതാം. അപ്പോൾ CH4 എന്നുള്ളതാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ റേഷ്യോ ഓഫ് ആറ്റംസിനെ കാണിക്കുന്നതാണ് എന്ത് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എക്സാക്ട് നമ്പർ അല്ലെങ്കിൽ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട് ആണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി എംപിരിക്കൽ ഫോർമുല കാണാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഡിവൈഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ഇറ്റ്സ് അറ്റോമിക് മാസ് ടു ഫൈൻഡ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. അതായത് നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നിരിക്കും. മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് ഇപ്പം C6H12O6 ഗ്ലൂക്കോസ് ആണ്. അതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, മാസ് പെർസെൻറ്റേജ് എത്രയാണ്, അതുപോലെ ഹൈഡ്രജൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണ്, ഓക്സിജൻ്റെ മാസ് പെർസെൻറ്റേജ് എത്രയാണ്, ഇങ്ങനെ മാസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടാവും. അങ്ങനെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ മാസ് പെർസെൻറ്റേജിന് നമുക്ക് ആ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടും. എന്താ കിട്ടുക? റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. ആക്ച്വൽ നമ്പർ ഓഫ് മോൾസ് അല്ല അല്ലേ, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഡിവൈഡ് ദ ക്വസ്റ്റ്യൻസ് ബൈ സ്മോളസ്റ്റ് ഓഫ് ദം ടു ഫൈൻഡ് സിംപ്ലസ്റ്റ് റേഷ്യോ. അതായത് ഇപ്പോൾ നമുക്ക് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ടാവും, ഓരോ സംഖ്യ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. മാസ് പെർസെൻറ്റേജ് നമ്മൾ അറ്റോമിക് മാസിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ സംഖ്യ കിട്ടിയിട്ടുണ്ടാവും. ആ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിയിട്ട് ആ ചെറിയ സംഖ്യ കൊണ്ട് മറ്റുള്ള എല്ലാ സംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് 3 കിട്ടീന്, 1.5 കിട്ടീന്, അതുപോലെ 3 കിട്ടീന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1.5 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അതായത് 3/1.5, അതുപോലെ 1.5/1.5, അതുപോലെ 3/1.5 അല്ലേ. ഇങ്ങനെ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ എല്ലാവരെ കൊണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി മൾട്ടിപ്ലൈ ദ ഫിഗേഴ്സ് ബൈ സ്യൂട്ടബിൾ ഇൻറ്റിജർ ടു ഒബ്റ്റൈൻ ഹോൾ നമ്പർ റേഷ്യോ. ഇങ്ങനെ നമുക്ക് ഓരോ ആൻസേഴ്സ് കിട്ടും. ഈ ആൻസേഴ്സ് അത് ഹോൾ നമ്പർ റേഷ്യോയിലല്ല എങ്കിൽ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ സെലക്ട് ചെയ്തിട്ട് അതിനിപ്പോൾ 1.5 ഒക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്തതിൻ്റെ ആൻസർ. ഇതിലിപ്പം 2ഉം അതുപോലെ 1ഉം 2ഉം ആണ് കിട്ടുക അല്ലേ. ഇവിടെ ഹോൾ നമ്പേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. ചില കേസിൽ നമുക്ക് 1.5 ഒക്കെ കിട്ടും അല്ലേ. അപ്പോൾ 1.5 കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, 3 കിട്ടും അല്ലേ. അപ്പോൾ 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും. അതുപോലെ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഹോൾ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട്, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാവരെയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റുക. റൈറ്റ് ഡൗൺ ദ സിംബൽസ് ആൻഡ് പുട്ട് ദീസ് നമ്പേഴ്സ് ആ സബ്സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ സംഖ്യ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇപ്പം ഇവിടെ ഗ്ലൂക്കോസിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇങ്ങനെയാണുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇവരെ മാസ് പെർസെൻറ്റേജിനെ എന്ത് ചെയ്തു, മാസ് പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഈ സംഖ്യകൾ നമ്മൾ നോട്ട് ചെയ്തു അല്ലേ. ആ സംഖ്യകൾ നോട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ചെറുതുമായിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ. x/y എന്ന് ഞാൻ ഇതാണ്. ഇവിടെ x എന്താണ്, x എന്ന് പറയുന്നത് ഈ സംഖ്യയാണ്, ഇവിടെ കിട്ടിയിട്ടുള്ള സംഖ്യയാണ്. y എന്ന് പറയുന്നത് ഇതിലേറ്റവും ചെറുതാണ് അല്ലേ. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഓരോ x/y കിട്ടും അല്ലേ. x/y കിട്ടും, x1/y അല്ലെങ്കിൽ x2/y, x3/y എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം.
ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള സംഖ്യയെ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അല്ലേ. അങ്ങനെ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് മാറ്റിയാൽ നമുക്ക് ഓരോരോ എന്ത് കിട്ടും, 1 2 1 ഇങ്ങനെ ഓരോരോ സംഖ്യകൾ കിട്ടും അല്ലേ. ഇത് ഈ ആറ്റംസിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുക, അതായത് C1H2O അല്ലെങ്കിൽ CH2O ഇങ്ങനെ എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതാണ് 4 സ്റ്റെപ്പ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, മാസ് പെർസെൻറ്റേജിനെ, നമുക്ക് തന്നിരിക്കുന്ന മാസ് പെർസെൻറ്റേജ് ഓഫ് ദി എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുന്നു. ആ സംഖ്യകളെല്ലാം നമ്മൾ ആ ആറ്റംസിൻ്റെ താഴെയായിട്ട് നോട്ട് ചെയ്യുന്നു. അങ്ങനെ നോട്ട് ചെയ്തിട്ടുള്ള ആ സംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു റേഷ്യോ കിട്ടുന്നു അല്ലേ. ആ റേഷ്യോ ഹോൾ നമ്പർ റേഷ്യോ ആണെങ്കിൽ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണെങ്കിൽ അത് തന്നെ കീപ്പ് ചെയ്താൽ മതി. ഇനി അത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ അല്ല എങ്കിൽ 1.5 1.3 ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നു. അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഈ സംഖ്യകൾ കൊടുത്തിട്ട് നമ്മുടെ എംപിരിക്കൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് സ്റ്റെപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് ചെയ്തുതരാം. അതിൻ്റെ മുമ്പ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതിൻ്റെ മുമ്പ് മോളിക്കുലാർ ഫോർമുല കൂടി നമുക്ക് പരിചയപ്പെടാം അല്ലേ. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഫോർമുല n ടൈംസ് ആണ്. അതായത് എംപിരിക്കൽ ഫോർമുലനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മോളിക്കുലാർ ഫോർമുല കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ, അതായത് ഗ്ലൂക്കോസിൻ്റെത് C6H12O6 അല്ലേ. ഇവിടെ ഗ്ലൂക്കോസിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, C6H12O6 എന്ന് കിട്ടും. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല അല്ലേ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, 6 ആണ് അല്ലേ. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇതാണ് എംപിരിക്കൽ ഫോർമുല, ഇതാണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് CH2O എന്നുള്ള ഫോർമുലയെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല ആയിട്ടുള്ള C6H12O6 കിട്ടിയത്. അപ്പോൾ ഇവിടെ ഈ 6നാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഇവിടെ n 6 ആണ് അല്ലേ. വേറെ n ഈസ് ഈക്വൽ ടു n എങ്ങനെയാണ് നമ്മൾ കാണാം, മോളിക്കുലാർ ഫോർമുല വെയിറ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയിറ്റ്. അതായത് മോളിക്കുലാർ ഫോർമുല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ എംപിരിക്കൽ ഫോർമുലൻ്റെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് C6H12O6 എന്നുള്ളതിൻ്റെ മൊത്തം വെയിറ്റിനെ നമ്മൾ CH2O വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ 6 കിട്ടും അല്ലെങ്കിൽ n കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ n കാണുന്നത്. അപ്പം എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദി എലമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. അതുപോലെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് അവിടെ കാണിക്കുന്നത്. ഒരു മോളിക്യൂളിലുള്ള ആക്ച്വൽ നമ്പർ അല്ലെങ്കിൽ എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ് അവിടെ കാണിക്കുന്നത്. n കൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുലനെ മൾട്ടിപ്ലൈ ചെയ്താൽ, എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മോളിക്കുലാർ ഫോർമുല കിട്ടും അല്ലേ. n ഈക്വൽ ടു എന്താണ്, മോളിക്കുലാർ ഫോർമുല വെയിറ്റ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല വെയിറ്റ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 50% ഓഫ് എലമെൻറ്റ് എക്സ് ആൻഡ് 50% ഓഫ് എലമെൻറ്റ് വൈ ഈസ്. അതായത് എക്സും വൈയുമാണ് ഇവിടുത്തെ ആറ്റംസ്. എക്സിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് 10 ആണ് അല്ലേ, അറ്റോമിക് മാസ് 10 ആണ്. അതുപോലെ വൈൻ്റെ 50% തന്നെയാണ്, അറ്റോമിക് മാസ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എംപിരിക്കൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. സിംപ്ലസ്റ്റ് ഫോർമുല എന്ന് പറയുമ്പോൾ എംപിരിക്കൽ ഫോർമുലയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് എക്സും വൈയുമാണുള്ളത്. എക്സിൻ്റെ 50% ആണുള്ളത്, വൈൻ്റെതും 50% ആണ്. എക്സിൻ്റെ മാസ് പെർസെൻറ്റേജിനെ നമ്മൾ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50/10 ഈക്വൽ ടു 5 കിട്ടും. ഇവിടെ നമുക്ക് 50/20 ഈക്വൽ ടു 2.5 കിട്ടും അല്ലേ, 2.5 കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ രണ്ടിനെയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇതിൽ സിംപ്ലസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 5.25 എന്ന് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 2.5/2.5 എന്ന് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2 ആൻസർ കിട്ടുന്നു, ഇവിടെ നമുക്ക് 1 കിട്ടുന്നു അല്ലേ. അപ്പം x2y ഈ ആൻസറിന് നമ്മൾ ഇത് ഹോൾ നമ്പർ തന്നെ ആയതുകൊണ്ട് പിന്നീട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് x2y എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. എംപിരിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ കണ്ടെയ്നിങ് 80% കാർബൺ ആൻഡ് 20% ഹൈഡ്രജൻ ഈസ്. അതായത് 80% കാർബണും 20% ഹൈഡ്രജനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഹൈഡ്രോ കാർബണിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്.
ഇവിടെ കാർബണും ഹൈഡ്രജനുമാണുള്ളത് അല്ലേ. കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുള്ളത് 80% എന്നാണ്, ഹൈഡ്രജൻ്റേത് 20% ആണ്. അപ്പോൾ ഇവരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 80 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് കാർബൺ എത്രയാണ്, 12 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 80/12. ഇനി ഇവൻ എന്ത് ചെയ്യുന്നു, 20 ബൈ അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 ആണ്. 80/12 ചെയ്താൽ 80 ഡിവൈഡ് ബൈ 12 ചെയ്താൽ 6 ആണെങ്കിൽ 2 24 24 48 പ്ലസ് 24 72 കിട്ടും അല്ലേ. 72 കിട്ടും. 6 12 72 ദെൻ 8 80.6 6.6 ആണ് കിട്ടുക അല്ലേ. 6.6 കിട്ടും. ഇവിടെ നമുക്ക് 20 കിട്ടും. അപ്പോൾ നമ്മൾ 6.6 ഡിവൈഡ് ബൈ 6 20/6.6 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും. അതേപോലെ ഇവിടെ എന്താ കിട്ടുക, 20/6.6 ചെയ്താൽ 20 ഡിവൈഡ് ബൈ 6.6 അല്ലേ. 6.6 എത്ര കിട്ടുക, 66 ഇൻറ്റു അതായത് 3 ആണെങ്കിൽ 120 180 അല്ലേ. ഓക്കെ 3 ചെയ്ത് നോക്കാം അല്ലേ. 3 ഇൻറ്റു 66 18 18 1 19 198 കിട്ടും അല്ലേ. 198 ഓക്കെ 3.0 സംതിങ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 3 ആണ് കിട്ടുക, 3 കിട്ടും. അതായത് നമുക്ക് റേഷ്യോ കിട്ടിയിട്ടുള്ളത് 1:3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് CH3 എന്നാണ് കിട്ടുക, ആൻസറായിട്ട് കിട്ടുക അല്ലേ. നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 1നെയും 3നെയും എഴുതിയാൽ 1:3 അല്ലെങ്കിൽ CH3 എന്നാണ് കിട്ടുക. 1:3 എന്നതിന് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയാൽ CH3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ദ ഇംപിരിക്കൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് CH2. 1 mole ഓഫ് ദിസ് കോമ്പൗണ്ട് ഹാസ് എ മാസ് ഓഫ് 42 grams. ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല ഈസ്. അതായത് നമുക്ക് ഇംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് CH2 എന്നാണ്. ഇംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട് CH2 ആണ്. അതുപോലെ തന്നെ എന്താണ് 42 grams ആണ് മോളിക്കുലാർ ഫോർമുല അല്ലേ. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസ് അല്ലേ. മോളിക്കുലാർ മാസ് എത്രയാണ്, 42 grams ആണ്. അപ്പോൾ നമുക്ക് മോളിക്കുലാർ വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഇംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ എന്ത് കിട്ടും, N കിട്ടും അല്ലേ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ ഈ എംപിരിക്കൽ ഫോർമുലനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മോളിക്കുലാർ ഫോർമുല കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. മോളിക്കുലാർ മാസ് 42 ഡിവൈഡഡ് ബൈ ഇംപിരിക്കൽ ഫോർമുല CH2 ആണ്. ഇതിൻ്റെ മാസ് എത്ര ഉണ്ടാവുക, കാർബണ് 6 + 12 + 2 അല്ലേ. 12 + 2 × 1 ഈക്വൽ ടു 12 + 2 = 14 അല്ലേ. 14 കിട്ടും. അപ്പോൾ 42/14 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 28 + 38 42. അപ്പോൾ 3 കിട്ടും അല്ലേ. 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ N = 3 എന്ന് കിട്ടി. ഇനി CH2നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, C3H6 എന്ന് കിട്ടും അല്ലേ. C3H6 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മോളിക്കുലാർ ഫോർമുല വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇംപിരിക്കൽ ഫോർമുല വെയിറ്റ് ഈക്വൽ ടു N. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് അല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇനി if two compounds have same empirical formula but different molecular formula, they must have different percentage composition, different molecular weight, same viscosity, same vapor density. അതായത് 2 കോമ്പൗണ്ട്സ് ഉണ്ട്, ഇംപിരിക്കൽ ഫോർമുല സെയിം ആണ്, പക്ഷെ മോളിക്കുലാർ ഫോർമുല ഡിഫറെൻ്റ് ആണ്. ഇംപിരിക്കൽ ഫോർമുല സെയിം ആണ്, മോളിക്കുലാർ ഫോർമുല ഡിഫറെൻ്റ് ആണ്. അതായത് N ഡിഫറെൻ്റ് ആയിരിക്കും അവിടെ അല്ലേ. ഇപ്പം CH2 എന്നുള്ളതിനെ തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C2H4 എന്നാണ് കിട്ടുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C3H6 എന്നാണ് കിട്ടുക. അതുപോലെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C4H8 എന്നാണ് കിട്ടുക അല്ലേ. ഇങ്ങനെ N മാറുന്നതിനനുസരിച്ച് നമ്മളെ മോളിക്കുലാർ ഫോർമുല മാറും അല്ലേ. അപ്പം മോളിക്കുലാർ ഫോർമുല മാറിയാൽ എന്താ മാറുക, മോളിക്കുലാർ വെയിറ്റും മാറും അല്ലേ. അപ്പം ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അല്ലേ. മോളിക്കുലാർ ഫോർമുല മാറുന്നു എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഫോർമുല വെയിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് പെർസെൻറ്റേജ് കമ്പോസിഷൻ ആവോ, ഇല്ല. കാരണം എന്താണ്, സെയിം പെർസെൻറ്റേജ് കമ്പോസിഷൻ ആയതുകൊണ്ടാണ് ഇവിടെ സെയിം
ഇംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടുന്നത് അല്ലേ. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ എക്സാമുകളിലും ലിമിറ്റിംഗ് റിയേജൻറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയണം. ഇപ്പോൾ നമ്മൾ അമോണിയൻ്റെ ഫോർമേഷൻ അല്ലേ, അമോണിയൻ്റെ ഫോർമേഷനിൽ നമുക്കറിയാം N2+3H2 ഗിവ്സ് 2NH3. ഇതാണ് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ. ഹേബേഴ്സ് പ്രോസസ്സിലെ അമോണിയയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ്. N2+3H2 ഗിവ്സ് 2NH3. അതായത് ഇവിടെ 1 മോൾ നൈട്രജനും 3 മോൾസ് ഓഫ് ഹൈഡ്രജനും ആഡ് ചെയ്തിട്ട് 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റോഷിയോമെട്രി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഈ കോഎഫിഷ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. 1 മോൾ നൈട്രജന് റിയാക്ട് ചെയ്യാൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം അല്ലേ. 1 മോൾ നൈട്രജന് റിയാക്ട് ചെയ്യാൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ് ഇവിടെ 2 മോൾസ് മാത്രമേ ഉള്ളൂ. 2 മോൾസ് ഹൈഡ്രജനെ ഇവിടെ ഉള്ളൂ. 1 മോളിന് പൂർണ്ണമായിട്ടും റിയാക്ട് ചെയ്യണമെങ്കിൽ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. പക്ഷെ ഇവിടെ നമ്മളെ കയ്യിൽ എന്തുള്ളൂ, 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉള്ളൂ. അപ്പോൾ 1 മോൾ പൂർണ്ണമായിട്ടും റിയാക്ട് ചെയ്യുമോ? ഇല്ല അല്ലേ. പിന്നെ എത്രയാണ് റിയാക്ട് ചെയ്യുക? അതായത് 1ന് 3 വേണം അല്ലേ, 1ന് 3 വേണം. അല്ലെങ്കിൽ 3 മോൾസ് റിയാക്ട് ചെയ്യും. 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നത് 1 മോൾ ഓഫ് നൈട്രജനുമായിട്ടാണ്. അപ്പോൾ 1 മോൾ എത്ര ആയിട്ടാണ് റിയാക്ട് ചെയ്യുക? 1/3 ആയിട്ടാണ് റിയാക്ട് ചെയ്യുക അല്ലേ. 3 മോൾസ് 1ഉമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ 1 റിയാക്ട് ചെയ്യുന്നത് 1/3ഉമായിട്ടായിരിക്കും. അപ്പോൾ 2 റിയാക്ട് ചെയ്യുന്നത് 2/3 മോൾസ് ഓഫ് N2 ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2/3 എന്ത് ചെയ്യുള്ളൂ, റിയാക്ട് ചെയ്യുള്ളൂ. ബാക്കി 1/3 ഇവിടെ ബാക്കി ഉണ്ടാവും അല്ലേ. 2/3 മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ, ബാക്കി 1/3 ഇവിടെ ബാക്കി ഉണ്ടാവും. അപ്പം ഇതിനെ നമ്മൾ എക്സസ് എമൗണ്ടിലുള്ള റിയാക്റ്റൻ്റ് ആണെന്ന് പറയും. അതായത് ബാക്കി ഉണ്ടാവും അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഈ 2 മോൾസ് ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ ഈ 2 മോൾസ് ഇതിലുള്ള ഈ 1ലുള്ള 2/3 കംപ്ലീറ്റ് റിയാക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ഇതെന്തുണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നാണ് ആ കേസിൽ പറയാം. ലിമിറ്റിംഗ് റിയേജൻ്റ്. കാരണം എന്താണ്, അതാണ് റിയാക്ഷൻ എത്രത്തോളം നടക്കുമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇവൻ തീർന്നാൽ റിയാക്ഷൻ നിൽക്കും അല്ലേ. കാരണം 2 മോൾസ് ആണുള്ളത്, അത് കുറവാണ്. 1നെ സംബന്ധിച്ച് 3 മോൾസ് വേണം, അവിടെ 2 മോൾസേ ഉള്ളൂ. 2 മോൾസ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്താൽ റിയാക്ഷൻ നിൽക്കും. പക്ഷെ ഇവൻ എന്താണ്, നൈട്രജൻ ഇവിടെ എക്സസ് എമൗണ്ടിൽ ഉണ്ടാവും അല്ലേ, എക്സസ് എമൗണ്ടിൽ ഉണ്ടാവും. അതായത് 2 മോൾസുമായിട്ട് 2/3 മോൾസ് റിയാക്ട് ചെയ്ത് പോവും, ബാക്കി 1/3 അവിടെ എന്തുണ്ടാവും, ബാക്കി ഉണ്ടാവും. ഇതാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇവിടെ റിയാക്ഷനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവനാണ്, ഹൈഡ്രജൻ ആണ്. കാരണം ഇവൻ പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റിയാക്ഷൻ നടക്കൂല അല്ലേ. അപ്പോൾ ഇവനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവനാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. കുറച്ചുള്ള എമൗണ്ട്, കുറച്ചെന്ന് പറയുമ്പം എമൗണ്ട് കുറച്ചല്ല, റിലേറ്റീവ്ലി അല്ലേ. നമ്മളിവിടെ സ്റ്റോഷിയോമെട്രി നോക്കിയിട്ട് അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര മോൾസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര മാസ് ആണ് വേണ്ടത് എന്നൊക്കെ. അതിനനുസരിച്ചിട്ട് മാസ് ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി മറ്റേത്, അതായത് ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് അല്ലേ. അതായത് ഇവൻ ആദ്യമായിട്ട് ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്ത് പോവും. ഇവൻ്റെ ബേസിസിലായിരിക്കും പിന്നെ നമ്മൾ എത്ര അമോണിയ ഫോം ചെയ്തു എന്ന് പറയാം. അതായത് ഇവിടെ 1 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല അല്ലേ. 1 മോൾ നൈട്രജൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, 1 മോൾ നൈട്രജൻ നമ്മൾ എടുത്തിന് അതുകൊണ്ട് 2 മോൾ അമോണിയ ഉണ്ടാകുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് മൊത്തം എന്ത് ചെയ്തിട്ടില്ല, റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മളെ കയ്യിൽ 2 മോൾസ് ഓഫ് ഹൈഡ്രജനെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 2/3 റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിനെയാണ് നോക്കുന്നത്. ലിമിറ്റിംഗ് റിയേജൻറ്റ് എത്ര റിയാക്ട് ചെയ്തു അതിനനുസരിച്ചാണ് നമ്മൾ പ്രോഡക്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളാണെങ്കിൽ 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ് ഇവിടെ റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷനിൽ നിന്നും 3 മോൾസ് റിയാക്ട് ചെയ്താൽ 2 മോൾസ് ഉണ്ടാവും. 3 മോൾസ് റിയാക്ട് ചെയ്താൽ 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവും. അങ്ങനെ തന്നെ 1 മോൾ റിയാക്ട് ചെയ്താൽ 2/3 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ റിയാക്ട് ചെയ്തത് ആക്ച്വലി എത്രയാണ്, ഈ ഒരു എക്സാമ്പിളിൽ 2 മോൾസ് ആണ് അല്ലേ. അപ്പോൾ 2 മോൾസ് അമോണിയ റിയാക്ട് ചെയ്തിട്ട്
2 ഇൻറ്റു 2/3, അതായത് 4/3 മോൾസ് ഓഫ് NH3 ആണ് ഈ കേസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എത്രയാണ് ഫോം ചെയ്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരെ വെച്ചിട്ടാണ്? ലിമിറ്റിംഗ് റിയേജൻറ്റിനെ വെച്ചിട്ടാണ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഫുള്ളായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് ഫോംഡ് എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ N2 ഇനിയിപ്പോൾ 2 മോൾസ് ഉണ്ടെങ്കിലും 3 മോൾസ് ഉണ്ടെങ്കിലും 4 മോൾസ് ഉണ്ടെങ്കിലും ഒന്നും അതെന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ ബാധിക്കുന്നില്ല അല്ലേ. ഇത് നമ്മൾ എത്ര എക്സസ് ആയിട്ട് എടുത്താലും ഇത് 2 മോൾസേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എന്ന് പറയുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ദ റിയാക്ടന്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഈസ് കാൾഡ് ലിമിറ്റ്സ് ദ റിയേജന്റ്. ഈ റിയാക്ഷനിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്തു പോകുന്ന റിയാക്ടന്റ്, അതാണ് പ്രോഡക്റ്റിന്റെ ഫോർമേഷനെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മളിവിടെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഈ കേസിൽ അത് ഹൈഡ്രജൻ ആയിരുന്നു അല്ലേ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ ദ റിയാക്ഷൻ A+2B gives C+3D, 5 moles of A and 8 moles of B will produce. അതായത് A+2B 1 mol Aയും 2 moles of Bയും റിയാക്ട് ചെയ്തിട്ട് 1 mol of Cയും 3 moles of Dയുമാണ് ഉണ്ടാകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 5 moles of Aയും അതുപോലെ 8 moles of Bയും റിയാക്ട് ചെയ്താൽ എത്രയാണ് C പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 5 moles of Aയും 8 moles of Bയും. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 mol of Aയും അതുപോലെ എന്താണ് 2 moles of Bയും 1 mol of Aയും 2 moles of Bയും റിയാക്ട് ചെയ്താൽ 1 mol C ആണ് ഉണ്ടാവുക അല്ലേ. ഇവിടെ 5 moles Aക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ 1ന് 2 വേണം അല്ലേ. 1 mol Aക്ക് 2 mol B വേണം. അപ്പോൾ 5 moles of Aക്ക് എന്ത് വേണം? 10 moles of B വേണം. അതിവിടെ ഉണ്ടോ? അതിവിടെ ഇല്ല. അപ്പം ഇതന്നെയാണ് എന്ത് ലിമിറ്റിംഗ് റിയേജന്റ്. നമുക്ക് നേരെ തിരിച്ചു നോക്കാം അല്ലേ. ലിമിറ്റിംഗ് റിയേജന്റ് B ആണ്. കാരണം എന്താണ്? 5 mol A പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 10 moles of B വേണം. അതിവിടെ ഇല്ല, അതിനേക്കാൾ കുറവാണുള്ളത്. അതുകൊണ്ട് B ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് അല്ലേ. ഇനി ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഇൻ ടേംസിൽ നമ്മൾ റിയാക്ഷനെ നോക്കുകയാണ്. അതായത് 2 moles of B റിയാക്ട് ചെയ്യുകയാണെങ്കിൽ 1 mol of C ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ 8 moles ആണുള്ളത്. 8 moles പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ. 8 moles പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്താൽ എത്രയാണ് ഉണ്ടാവുക? 2 moles റിയാക്ട് ചെയ്താൽ 1 ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ 8 moles റിയാക്ട് ചെയ്താൽ 4 moles of C ആണ് ഉണ്ടാവുക അല്ലേ. 4 moles of C, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് നോക്കുക അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള എമൗണ്ട് മറ്റേതുണ്ടോ നോക്കുക. എയുമായിട്ട് പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ നോക്കുക. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ A ആയിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്, കുറവാണെങ്കിൽ B ആയിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി B പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മോൾസ് ഓഫ് C ആണ് ഉണ്ടാകുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 1 മോളിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 മോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 മോളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതിന് കിട്ടും എന്താണ് 8 മോൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 മോൾസ് ഓഫ് C ആണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം അല്ലേ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് റിയാക്റ്റൻസിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തുന്നു അല്ലേ. ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടെത്തിയതിന് ശേഷം ലിമിറ്റിംഗ് റിയേജന്റ് പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ട് അതിനനുസരിച്ച് എത്ര പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുന്നു. അത്രയും എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. ലിമിറ്റിംഗ് റിയേജന്റിന്റെ അത്രയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് 2 moles 1 mol ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 8 mol 4 mol പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ 10 mol 5 mols പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ആണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക എന്ന് നമ്മൾ കാണുന്നു. ഈ രൂപത്തിലാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എംപിരിക്കൽ ഫോർമുല, അതുപോലെ മോളിക്കുലാർ ഫോർമുല, ലിമിറ്റിംഗ് റിയേജന്റ് എന്നീ കൺസെപ്റ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം അല്ലേ. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്ൻസ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഇറ്റ്സ് എലമെന്റൽ അനാലിസിസ് ഗേവ്
38.71% ആൻഡ് കാർബൺ 38.71% ആൻഡ് ഹൈഡ്രജൻ 9.76%. ഇംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് വുഡ് ബി. അതായത് കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുള്ളത് 38.71 ആണ്. അതുപോലെ ഹൈഡ്രജൻ്റേത് 9.67 ആണ്. അപ്പോൾ ഓക്സിജൻ്റെ എത്ര ആയിരിക്കും? ബാക്കിയുള്ളത് ഉണ്ടാവും, 100ൽ നിന്ന് ബാക്കി മൈനസ് ചെയ്താൽ മതി അല്ലേ. അതായത് 38.71ഉം 9.67ഉം ആഡ് ചെയ്താൽ 8, 13, 1, 11, 18, 4 അല്ലേ, 48.38 അല്ലേ. അപ്പോൾ 100 മൈനസ് 48.38 ചെയ്താൽ മതി അല്ലേ. എത്ര കിട്ടുക? 51 സംതിങ് ഉണ്ടാവും അല്ലേ. 51.62 ആണ് ഉണ്ടാവുക അല്ലേ. 51.62 ഏകദേശം അത്രയാണ് ഉണ്ടാവുക അല്ലേ. അപ്പം നമ്മൾ 51.62 ഇത്രയുമാണ് ഉണ്ടാവുക അല്ലേ. ഇനി നമ്മൾ ഇവരുടെ മോളിക്കുലാർ മാസ് കൊണ്ട് അറ്റോമിക് മാസ് കൊണ്ട് ഇവരെന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ കാർബണിൻ്റെ നമുക്കറിയാം എന്താണ്? കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 38.71 ഡിവൈഡഡ് ബൈ 12, അതുപോലെ 9.67 ഡിവൈഡഡ് ബൈ 1, 51.62 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെത് 16 ആണ് അല്ലേ. അതുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 24ഉം 12ഉം 24 പ്ലസ് 12 ചെയ്താൽ 36 കിട്ടും അല്ലേ. അപ്പോൾ 3 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക അല്ലേ. 3 പോയിൻറ്റ് സംതിങ് കിട്ടും. അതുപോലെ തന്നെ എന്താണ് 9.67 ഡിവൈഡ് ബൈ 1 ചെയ്താൽ 9.6 ആണ് കിട്ടുക. 67 തന്നെയാണ് കിട്ടുക. ഇവിടെ 51.62 ചെയ്താൽ 16 × 3 ചെയ്താൽ 3 18, 1 3 1 3 4 അല്ലേ, 48. അതായത് ഇവിടെയും എന്താണ് കിട്ടുക? 3 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക അല്ലേ. 3 പോയിൻറ്റ് സംതിങ്. അപ്പോൾ നമ്മൾ ഈ 3 പോയിൻറ്റ് സംതിങ് കൊണ്ട് 9.6നെ ഡിവൈഡ് ചെയ്യാണ്, എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിട്ടും, ഇവിടെ നമുക്ക് 3 കിട്ടും, ഇവിടെ 1 കിട്ടും അല്ലേ. ഏകദേശ കാൽക്കുലേഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? CH3O എന്ന് കിട്ടും നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലേ. CH3O ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപിരിക്കൽ ഫോർമുല കണ്ടെത്താൻ പറ്റും. ഇനി പെർസെൻറ്റേജ് ഓഫ് സെലീനിയം ഇൻ പെറോക്സിഡേസ് അൺഹൈഡ്രസ് എൻസൈം ഈസ് 0.5% ബൈ വെയിറ്റ്. ദെൻ മിനിമം മോളിക്കുലാർ വെയിറ്റ് ഓഫ് പെറോക്സിഡേസ് അൺഹൈഡ്രസ് എൻസൈം ഈസ്. അതായത് പെറോക്സിഡേസ് അൺഹൈഡ്രസ് എൻസൈമിൽ 0.5% സെലീനിയമാണുള്ളത് അല്ലേ. 0.5% ആണ് സെലീനിയം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മിനിമം മോളിക്കുലാർ വെയിറ്റ്, പെറോക്സിഡേസ് എൻസൈമിൻ്റെ മിനിമം മോളിക്കുലാർ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെറോക്സിഡേസ് എൻസൈം 0.5% ഉണ്ട് എന്ന് പറഞ്ഞാൽ 0.5% എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 78.4 ആണ് അല്ലേ. 78.4 ഗ്രാം ആണ് ഇവിടെ. നമുക്കറിയാം ഒരു മോളിക്യൂളിൽ മിനിമം ഒരു സെലീനിയം ഉണ്ടാവും അല്ലേ. ഒരു സെലീനിയം എന്തായാലും ഉണ്ടാവും. അതായത് എൻസൈമിൻ്റെ ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെന്തായാലും ഒന്നുണ്ടാവും അല്ലേ, ഒരു സെലീനിയം ഉണ്ടാവും. അപ്പം മിനിമം നമുക്ക് 1 എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0.5% ആണ് സെലീനിയം ഉള്ളത് അല്ലേ. ബാക്കി 99.5% ബാക്കി എലമെൻസിൻ്റെ മാസാണ് അല്ലേ. 99.5% എന്ന് പറയുന്നത് എന്താണ്? ബാക്കി എലമെൻസിൻ്റെ മാസാണ്. ഞാനിവിടെ ഈ എൻസൈമിൻ്റെ മൊത്തം എന്താണ് മോളിക്കുലാർ വെയിറ്റ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ 0.5% ആണ് എന്ത്? 0.5% ആണ് 78.4 എന്ന് പറയുന്നത് അല്ലേ. 0.5% ആണ് 78.4 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാം അല്ലേ. എക്സ് ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 78.4 എന്ന് എഴുതാം അല്ലേ. എക്സ് ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 78.4. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കിട്ടുക? അതായത് 78.4 ഇൻറ്റു 100 ഈക്വൽ ടു എക്സ് ഇൻറ്റു 0.5, എക്സ് ഈക്വൽ ടു 78.4 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.5 എന്ന് കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് 784 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100 എന്ന് കിട്ടും അല്ലേ. ഇത് ചെയ്താൽ എത്ര കിട്ടുക? 784 ഡിവൈഡ് ബൈ 5
7ൽ 1 ആണ്, 28ൽ 5 ആണ്, 34ൽ 6 ആണ് അല്ലേ. 156 ഏകദേശം കിട്ടും അല്ലേ. 156 ഇൻറ്റു 10⁻²2 ആണ് കിട്ടുക അല്ലേ. 156 ഇൻറ്റു 10⁻²2 ആണ് കിട്ടുക. അതിനെ നമ്മൾ 1.5ലേക്ക് മാറ്റണം. ഇവിടെ ആൻസേഴ്സ് 1.5ലുണ്ട് അല്ലേ. അപ്പോൾ 1.5ലേക്ക് മാറ്റുകയാണെങ്കിൽ 1.56 ഇൻറ്റു 10⁻4 എന്ന് കിട്ടും. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ നമുക്ക് ഇത്തരം മാസ് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള കോൺസെൻട്രേഷൻ ടേംസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.